നമസ്കാരം. കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. 12 രാജ്യക്കാർക്ക് അമേരിക്കയിലേക്ക് പ്രവേശന വിലക്ക്. അമേരിക്കയിലേക്കുള്ള പ്രവേശനത്തിന് 12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചാഡ്, കോൺഗോ, ഇക്വറ്റോറിയൻ ഗിനി, ഹെയ്തി, എറിട്രിയ, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നിവിടങ്ങളിലേക്കാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റ വിസയിൽ 6 രാജ്യങ്ങൾ സന്ദർശിക്കാം. ഏകീകൃത ഗൾഫ് വിസ ഈ വർഷം തന്നെ. UAE, സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ എന്നീ 6 ഗൾഫ് രാജ്യങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയങ്ങൾ തമ്മിൽ വിവരങ്ങൾ സംയുക്ത കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരൊറ്റ ടൂറിസ്റ്റ് വിസയിൽ 6 രാജ്യങ്ങളിൽ സന്ദർശിക്കുവാനുള്ള സൗകര്യം ഈ വർഷത്തോടെ നടപ്പാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേശീയപാത 66 നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രിക്ക് ഗഡ്കരിയുടെ ഉറപ്പ്. സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ദേശീയപാത 66 നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ തന്നെ പൂർത്തിയാകുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടന്ന ചർച്ചയിൽ ഉറപ്പു നൽകി. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കിയിലും ഇനി ട്രെയിൻ ഓടും. അങ്കമാലി ശബരിമല റെയിൽവേ പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടിയാണ് ഇടുക്കി ജില്ല ആദ്യമായി റെയിൽവേ ഭൂപടത്തിലേക്ക്. ഈ പാത തൊടുപുഴ വഴി കടന്നു പോകും. കാലടി മുതൽ തൊടുപുഴ വരെ 58 കിലോമീറ്ററുള്ള പാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ സാധ്യത. വയനാട്ടിൽ വിദ്യാർത്ഥികളെ കാട്ടാന ഓടിച്ചത് സ്കൂൾ മുതൽ വീട് വരെ. വയനാട് പൊഴുതന ടൗണിൽ കാട്ടാന ഇറങ്ങി. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് 3 വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. വൈദ്യുതി തടസ്സം ഇനി മുതൽ വാട്സപ്പിലും അറിയിക്കാം. വൈദ്യുതി തടസ്സവുമായി ബന്ധപ്പെട്ട പരാതികൾ ഇനി വാട്സപ്പ് സന്ദേശമായി അറിയിക്കാൻ KSEB സൗകര്യമൊരുക്കി. 9496001912 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയച്ചോ നേരിട്ട് വിളിച്ചോ പരാതി നൽകാം. കൂടാതെ KSEBയുടെ ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറായ 1912 വിളിച്ച് വൈദ്യുതി തടസ്സം സംബന്ധിച്ച പരാതികൾ അറിയിക്കാം. റോഡരികിൽ നിർത്തിയിട്ട വാഹനം മോഷ്ടിച്ച കള്ളനെ പിടികൂടി. കോഴിക്കോട്ടെ പുതുപ്പാടിയിൽ റോഡരികിൽ നിർത്തിയിരുന്ന വാഹനം മോഷ്ടിച്ച് കടന്ന മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയായ 32കാരൻ മുനീബാണ് പിടിയിൽ. പ്രതിയെ കൊടുവള്ളിയിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. അമ്മയെയും മകളെയും കൊന്ന് രക്ഷപ്പെട്ട കേസിൽ ലുക്കൌട്ട് നോട്ടീസ്. തൃശൂർ പടിയൂരിൽ അമ്മയായ മണിയും മകൾ രേഖയും ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രേഖയുടെ 2ാം ഭർത്താവ് പ്രേംകുമാറിനെയാണ് പ്രധാന പ്രതിയായി പോലീസ് കണ്ടെത്തിയത്. കോട്ടയം സ്വദേശിയായ പ്രേംകുമാർ 2019 ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ദൃശ്യം സിനിമ പോലെ ഫോൺ ട്രെയിനിൽ അയച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും പോലീസ് പറയുന്നു. സംഭവ സ്ഥലത്ത് വീടിനകത്തെ സാധനങ്ങൾ അകറ്റിയ നിലയിലായിരുന്നുവെന്നും മൃതദേഹങ്ങൾ കിടന്നത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നെന്നുമാണ് സ്ഥിരീകരിച്ചത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കുടുംബ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനവും പ്രശാന്ത് രാമേട്ടൻ അനുസ്മരണവും നടത്തി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കും ജീവനക്കാർക്കുമായുള്ള സംസ്ഥാനത്ത് നടപ്പാക്കിയ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരിക്കെ മരണപ്പെട്ട മലപ്പുറം മഞ്ചേരി യൂണിറ്റിലെ 2 കുടുംബാംഗങ്ങൾക്ക് 20 ലക്ഷം രൂപ കൈമാറൽ ചടങ്ങ് നടന്നു. സംഘടനയുടെ ജില്ലയിലെ സ്ഥാപകന്മാരിൽ പ്രമുഖനായ പ്രശാന്ത് രാമേട്ടൻ അനുസ്മരണ ചടങ്ങും ധനസഹായ വിതരണവും P. അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. KHRA ജില്ലാ പ്രസിഡന്റ് CH സമദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KT രഘു സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. സംസ്ഥാന
ജില്ലാ യൂണിറ്റ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എനിക്കറിയാത്ത കാര്യമാണ്. ഏതായാലും ഇങ്ങനെയൊരു പദ്ധതി നടപ്പാക്കുന്നു, സഹായം നൽകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നിങ്ങൾ സംഘടന നടത്തുന്ന ഏറ്റവും നല്ല പ്രവർത്തനമായി ഞാൻ ഈ കാര്യത്തെ കാണുകയാണ്. ഇവിടെ തന്നെ തന്തൂർ ഹോട്ടലുടമ മുഹമ്മദ് അലി മഞ്ചേരി, അതുപോലെ തന്നെ ഹോട്ടലുടമ മോഹൻദാസ് എന്നിവരുടെ കുടുംബത്തിന് സഹായം നൽകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു സംഘടനയുടെ കൂട്ടായ്മ, കെട്ടുറപ്പ്, സംഘടന നൽകുന്ന ഒരു സുരക്ഷിതത്വ ബോധമായി ഞാൻ ഇതിനെ കാണുകയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.